സാമ്പാർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുക്കർ എടുക്കണം. ഈ കുക്കറിലേക്ക് നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പരിപ്പ് ചുവന്ന പരിപ്പാണ്. ഇത് നന്നായിട്ട് കഴുകി വെച്ചതാണ്, കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പരിപ്പിന് പകരം നമുക്ക് തുവരപ്പരിപ്പ് യൂസ് ചെയ്യാം. ഇത് കുക്കറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും പിന്നെ ഈ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ഈ പരിപ്പിന് അധികം വേവൊന്നുമില്ല, ഒരു വിസിൽ മതി. ഒരു വിസിൽ വന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സാമ്പാർ കിറ്റിലുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ എല്ലാം കുറച്ച് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ക്യാരറ്റ്, മുരിങ്ങക്കായ, ബീൻസ്, പിന്നെ കോവക്ക, ചേന, എല്ലാം പച്ചക്കായ എല്ലാം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസ് ഏതാണോ കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും നമുക്ക് ഈ സാമ്പാറിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ വെണ്ടയ്ക്കും തക്കാളിയും ചേർക്കുന്നില്ല. വെണ്ടയ്ക്കും തക്കാളിയും ഞാൻ അവസാനമാണ് ചേർക്കുന്നത്. പിന്നെ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലൊട്ടും വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ മതി, കൂടുതൽ ഇത് വെന്ത് ഉടയാൻ പാടില്ല. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടിയിൽ നിന്ന് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പൊടിയിൽ. എന്നിട്ട് വറുത്തിട്ട് പൊടിച്ചു വെച്ചതാണിത്. ഇതിപ്പോൾ ഒരു തവണ ഉണ്ടാക്കിയിട്ട് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്ന സമയം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് അധികം ഗ്രേവി ഒന്നും ഇല്ല, കറക്റ്റ് ഗ്രേവി തന്നെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സെപ്പറേറ്റ് തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പുളി ചേർക്കുന്ന സമയത്ത് ഇത് ആ പുളിവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ഉപ്പും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ സാമ്പാർ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിങ്ങനെ തിളച്ച് വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഗ്രേവി ആയി കിട്ടുക. ഇത് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് അതിൻ്റെ ടേസ്റ്റാണ് ഒന്നുകൂടി ഇഷ്ടം. വറ്റൽമുളക് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1-2 ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് 1-2 വെണ്ടയ്ക്ക അരിഞ്ഞതും പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ഉപ്പൊക്കെ റെഡിയാക്കണം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. നമ്മുടെ സാമ്പാർ നന്നായി തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണ്. ഇനി അധികം ഗ്രേവി ഒന്നും എനിക്ക് വറ്റിച്ചെടുക്കാനില്ല. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ കൂടുതലായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കാൻ പാടില്ല. സാമ്പാറൊക്കെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ചിലർ ചേന കഴിക്കൂല, ചിലർ പച്ചക്കായ കഴിക്കൂല, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണോ കൂടുതൽ ഇഷ്ടം അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാം. പിന്നെ ഞാൻ ചേർത്ത സാമ്പാർ പൊടിയുടെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുമല്ല ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്.
ഇതിലങ്ങനെ തേങ്ങയൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണിത്. പിന്നെ ഇതിലേക്ക് അവസാനം നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. പിന്നെ സാമ്പാർ പൊടിയുടെ റെസിപ്പിയും കൂടി ഉണ്ട് കേട്ടോ അവസാനം. അതും കൂടി ഒന്ന് നോക്കിക്കോ.